ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം. സങ്കീർത്തനങ്ങൾ 145 19 വാക്യം. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. ദൈവം തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. നിലവിളി കേട്ട് ഉത്തരമരുളുന്ന ദൈവമാണ്. നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കും എന്നുള്ളത് വചനം പഠിപ്പിക്കുന്നതായ വലിയ സത്യമാകുന്നു എന്നുള്ളതാണ്. സങ്കീർത്തനം 20-4 വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ എന്നുള്ളതാണ്. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നതായ ദൈവം, താല്പര്യങ്ങളൊക്കെ നിവർത്തിക്കുന്നതായ ഒരു ദൈവം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-7 വാക്യം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. സങ്കീർത്തനം 34-10 പറയുന്നു, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന കർത്താവിൽ പ്രിയ വിശ്വാസി സമൂഹമേ, ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നതായ വലിയൊരു സത്യം, നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നതായ ഒരു ദൈവം, നമ്മുടെ നിലവിളിക്ക് മറുപടി തരുന്നതായ ഒരു ദൈവം, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നതായ ദൈവം. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം, നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഉത്തരമരുളുന്ന ദൈവം നമ്മോട് കൂടെയുള്ള ദൈവമാണ്. നാം വിശ്വസിക്കുന്ന ദൈവം നമ്മളെ ഒരു നാടും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. കർത്താവായ യേശുമിശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും വാഴ്വുകളും നാം എല്ലാവരോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.